ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 24th മോക്കപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 10 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യാം. സിംഗപ്പൂർ പാർലമെൻറ്റിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ പ്രീതം സിംഗ്. രാത്രികാലങ്ങളിൽ രോഗീപരിചരണം ആവശ്യമുള്ളവർക്ക് അവർക്കരികിലെത്തി രോഗശുശ്രൂഷ നൽകുന്നതിനായി പാതിരാവിലും പരിരക്ഷ പദ്ധതി ആരംഭിച്ച നഗരസഭ ഏത്? ആൻസർ പൊന്നാനി. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകാത്ത പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം നിരീക്ഷിക്കുന്നതിനായുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ആൻസർ ആസ്ട്രോസ്. അബ്ദുൽ കലാമിൻ്റെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡെയർ ടു ഡ്രീം 2.0 ഇന്നോവേഷൻ മത്സരം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ആൻസർ DRDO. കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷാ പദവി ലഭിക്കുന്ന നഗരസഭ ഏതാണ്? ആൻസർ നീലേശ്വരം. അറബ് രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്? ആൻസർ ബരാക്ക്. 2020 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്? ആൻസർ ലൂയിസ് ഹാമിൽട്ടൺ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ വടകര. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ആൻസർ മനോജ് സിൻഹ. ഇന്ത്യയിലെ ആദ്യ ഹിമപുലി സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തരാഖണ്ഡ്. സെബിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ അജയ് ത്യാഗി. 2020 ICC Under-19 മെൻസ് വേൾഡ് കപ്പിൻ്റെ വേദി ഏതാണ്? ആൻസർ ദക്ഷിണാഫ്രിക്ക. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ICCയുടെ ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ആൻസർ KN അനന്തപത്മനാഭൻ. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധോപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ ആത്മനിർഭർ ഭാരത് സപ്താഹ്. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യമേത്? ആൻസർ റഷ്യ.
2020 ഓഗസ്റ്റിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നിയോഗിച്ച 5 അംഗ പാനലിൻ്റെ തലവൻ ആരാണ്? ആൻസർ ക്യാപ്റ്റൻ SS ചഹാർ. ചെക്ക് ഇടപാടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ സംവിധാനമേത്? ആൻസർ പോസിറ്റീവ് പേ. കോവിഡ് ചികിത്സയ്ക്കായി ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ നിർമ്മിക്കുന്ന ആശുപത്രി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആൻസർ കാസർഗോഡ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ആൻസർ രാകേഷ് അസ്താന. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലായ സഭ TV ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആൻസർ ഓം ബിർള. ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനമേത്? ആൻസർ മണിപ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏത്? ആൻസർ കേരള സർവകലാശാല. ഓണക്കാലത്ത് വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മായം ചേർക്കൽ തടയുന്നതിന് കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏത്? ആൻസർ ഓപ്പറേഷൻ പൊന്നോണം. അട്ടപ്പാടി ഊരുകളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ ക്ലാസുകൾ അവരവരുടെ ഗോത്രഭാഷയിൽ മൊഴിമാറ്റം നടത്തി അവതരിപ്പിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ നമത്ത് ബാസെ. ഡിജിറ്റൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് 2020 ഇന്റർനെറ്റ് അഫോർഡബിലിറ്റി റാങ്കിംഗ് 1-ാം സ്ഥാനത്തെത്തിയ രാജ്യമേത്? ആൻസർ ഇസ്രായേൽ. 2020 UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ ബയേൺ മുനിച്ച്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ ഫുഗാക്കു. ഒപ്പം എന്ന പേരിൽ COVID-19 ബോധവൽക്കരണത്തിനായി ക്യാമ്പയിൻ ആരംഭിക്കുന്ന ജില്ല ഏതാണ്? ആൻസർ പത്തനംതിട്ട. 2020 ഓഗസ്റ്റിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കാർഷിക വായ്പകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? ആൻസർ ICICI ബാങ്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വരുന്ന പ്രിലിമിനറി എക്സാമിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് 2-3 സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ബുക്സുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിടത്തോളം ദിശ PSC അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമി ഉണ്ട്. അവരുടെ ബുക്സ് നല്ലതായിട്ട് തോന്നി. കാരണം അതിനകത്ത് ഒരു 40 ക്വസ്റ്റ്യൻ പേപ്പേഴ്സോളം ഉണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. അതിൻ്റെ ഒപ്പം തന്നെ OMRൻ്റെ ഒരു ബുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കറക്റ്റായിട്ട് നമ്മുടെ എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. പിന്നെ അതിലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവൽ ഒരു മോഡറേറ്റ് ആയിട്ടാണ് തോന്നിയത്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഉച്ചയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമ്മൾ എക്സാം എഴുതുന്ന ആ ഒരു സമയം കൊള്ളിച്ച് തന്നെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.